ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരിക്കുട്ടി കുറേ ദിവസമായിട്ട് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാൻ നടക്കുകയാണ് കേട്ടോ. പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ വേണം. കാരണം ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഓരോ ഷോപ്പിലൊക്കെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് എന്നും വീട്ടിൽ വന്നിട്ട് പറയാറുണ്ട് കേട്ടോ, അത് ഒരെണ്ണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കരുതി ഒരു പുൽക്കൂടൊന്ന് സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരെണ്ണം വാങ്ങിച്ചു. പനിയനാണ് കേട്ടോ അതിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള വലിയ ഇതില്ലാത്തതുകൊണ്ട് അവൻ തന്നെ അതിൽ നോക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി രൂപങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ വന്നതിന് ശേഷം നമ്മളെന്താ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ. കാരണം ഇത് അനിയൻ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അന്ന് ബാക്കി സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം കുട്ടികൾക്ക് ലീവായിരുന്നു. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ കടയിൽ പോയി അവരുടെ ഇഷ്ടത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന്. കാരണം അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ. പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ, അവരെ കാര്യങ്ങൾ അറിയാമല്ലോ. എവിടെയെങ്കിലുമൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചധികം നടന്നാണ് കേട്ടോ പോകാൻ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ ഒരു മെയിൻ ജംഗ്ഷനായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴികളൊക്കെ ഈ പുല്ലൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് ഞങ്ങളുടെ പഴയ കാലത്ത് നിന്നും ഇപ്പോഴത്തെ കുട്ടികളിങ്ങനെ അധികം നടന്ന് പോകാറില്ല. ഇവിടെ നമ്മുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും സ്കൂൾ വാനിലാണ് കേട്ടോ സ്കൂളിൽ പോകുക. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർക്കൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസാണ്. അതുകൊണ്ട് അവരെ മാക്സിമം അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ വരാറുള്ളത്. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തിരക്കൊന്നുമില്ല, കാരണം വണ്ടിയൊന്നും അധികം വരാറില്ല. പിന്നെ അത്യാവശ്യം വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പേടിയില്ലാതെ പോകാം. പിന്നെ വലിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിലും വലുതായിട്ടുണ്ടാവില്ല, നല്ല തണലൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അതാ നമ്മുടെ കുട്ടീസൊക്കെ ഇങ്ങനെ ഓടിപ്പോവുകയാണ് കേട്ടോ, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട്. പിന്നെ ഞങ്ങൾ കടയിലെത്തി. അപ്പോൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്താ ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെ എടുക്കേണ്ടതെന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ എങ്കിലും അവരെല്ലാം കണ്ട് നല്ലപോലെയൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളായിട്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ചാലോ അങ്ങനെ. പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ അതിലങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് വെക്കാനും പറ്റില്ല. പക്ഷേ എങ്കിലും അവർ എന്താ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. കാരണം അവർ കുഞ്ഞു കുട്ടികളാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. അപ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ അവരെക്കാൾ സന്തോഷം നമുക്കാണ് കേട്ടോ. കാരണം മക്കളുടെ സന്തോഷത്തിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും നമുക്ക് ഇനി കിട്ടാനില്ല. അപ്പോൾ അവരുടെ ആ ഒരു ചിരിയൊക്കെ തന്നെയാണ് നമുക്ക് ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. എന്താ അവരുടെ വാശികളെല്ലാം നിറവേറ്റി കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടൊക്കെ ചെയ്തു കൊടുക്കും. അവരുടെ ആ ഒരു ചിരിക്കും അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഷോപ്പിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അതും എന്തായാലും അവരുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടിരിക്കുകയാണ്. കാരണം എന്തായാലും വീട്ടിൽ പോകുമ്പോൾ നമുക്കിതിലൊന്നും വലിയ റോളില്ല കേട്ടോ, വലിയവർക്കൊന്നും റോളില്ല. എല്ലാം അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനുള്ള സാധനങ്ങളായാലും അത് ചെയ്യുന്ന ഐഡിയാസ് ആയാലും എല്ലാം അവരുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുട്ടികളുടെ പർച്ചേസിങ് നല്ല രീതിയിൽ നടക്കുകയാണ്. അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നീടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വർഷം ക്രിസ്മസിൻ്റെ പർച്ചേസിങ് ഒക്കെ ചെയ്തോ, പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ തന്നെ ഞങ്ങൾ അടുത്തടുത്തിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്തിയ സമയത്താണ് അറിയുന്നത് നമ്മുടെ ഈ ഏരിയയിൽ നിന്നാണ് കേട്ടോ കരോൾ വരുന്നതെന്ന്. അങ്ങനെ നമ്മുടെ കുട്ടീസൊക്കെ കരോൾ കാണാനുള്ള ആ ഒരു ഉത്സാഹത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു. പക്ഷേ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ, കാരണം അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തില്ല. എന്തായാലും സെറ്റ് ചെയ്തിട്ടുള്ള പുൽക്കൂടിൻ്റെയും ക്രിസ്മസ് ട്രീയുടെയൊക്കെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിലിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കുട്ടീസ് എല്ലാവരും റെഡും വൈറ്റും ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കരോൾ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പുൽക്കൂടൊക്കെ വെച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ.